ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പയർ കറിയുടെ റെസിപ്പിയാണ്. ദോശ, പുട്ട്, അതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിൽ എല്ലാം നമ്മുടെ സാധാരണ പല രീതിയിൽ ചെറുപയർ കറി വെക്കാറുണ്ടല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ഈ കറിയൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ചെറുപയർ കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. കുതിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് കുതിർത്തി ഒരു 5 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഒന്ന് നന്നായി ഒരു ചെറിയ രീതിയിലൊരു സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നീട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. അതിനൊപ്പം തന്നെ നമ്മുടെ ബേ ലീഫ് ഉണ്ടല്ലോ, അത് കഷ്ണം ചെറിയ പീസസ് ആയിട്ട്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഒരു ചെറുപയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു 2-3 വിസിലൊക്കെ കൊണ്ടുതന്നെ നമ്മുടെ ചെറുപയർ അത്യാവശ്യം വെന്ത് കിട്ടും. കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നിങ്ങളിത് വേവിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഈ ഒരു ചെറുപയർ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പം നമ്മൾ പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ സവാളയും വെളുത്തുള്ളിയും പയർ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് അത് പയർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് വെള്ളം പാകത്തിന് കിട്ടും കേട്ടോ. അപ്പം ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ബേ ലീഫും ഒക്കെ എടുത്ത് മാറ്റാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നമ്മൾ ലാസ്റ്റ് ഒന്നിത് താളിച്ച് ഒഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ നെയ്യിലാണിത് താളിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു ചെറിയ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ പട്ട ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ സവാളയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോ മണമൊക്കെ മാറുന്നത് വരെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പയർ ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ അരപ്പും ചെറുപയറും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുറുകി നല്ല പാകത്തിന് വരും. ഇപ്പം നമ്മുടെ പയർ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത്രയും കൂടെ ഒന്ന് വറ്റി വന്നോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിനും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള നെയ്യോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇച്ചിരി കടുക്, കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞൊരു നേരെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ചെറുപയർ വെള്ളത്തിലിടണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതേ ഉള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും
യൂട്യൂബിലായാലും ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.